ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ സ്റ്റെപ്പ് ടു വിക്ടറി. അപ്പോൾ ഞാൻ ഇന്ന് വന്നിട്ടുള്ളത് ഒരു ഡെസ്ക് മേക്ക് ഓവർ വീഡിയോ ആയിട്ടാണ്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോവാം. ഇതാണ് എൻ്റെ സ്റ്റഡി ടേബിള്. അപ്പോൾ നമ്മൾ ഇന്ന് ഇതാണ് മേക്ക് ഓവർ ചെയ്യാൻ വേണ്ടിയിട്ട് പോകുന്നത്. ആദ്യം തന്നെ നമുക്ക് ഈ ഒരു ടേബിളൊന്ന് ക്ലീൻ ആക്കിയിട്ട് എടുക്കാം. അപ്പോൾ ഞാനിവിടെ സാനിറ്റൈസറൊക്കെ യൂസ് ചെയ്തിട്ടൊന്ന് നന്നായിട്ടൊന്ന് തുടച്ചെടുക്കുന്നുണ്ട്. കാരണം നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്നുണ്ടാവും, ഞാനിപ്പോൾ ഇവിടെ അല്ലല്ലോ, ഞാൻ ഹോസ്റ്റലിലാണ്. അപ്പോൾ അതുകൊണ്ട് ടേബിളൊന്നും അങ്ങനെ മേക്ക് ഓവറൊക്കെ ചെയ്തിട്ട് കുറേ ആയി. അപ്പോൾ ഒരു ചെറിയ ഡിഫറൻസിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഒന്ന് മേക്ക് ഓവർ ചെയ്തെടുക്കാമെന്ന് വിചാരിച്ചത്. ഫസ്റ്റ് തന്നെ നമ്മളിപ്പോൾ ടേബിൾ നന്നായിട്ടൊന്ന് ക്ലീൻ ആക്കുകയാണ് കേട്ടോ, തുടച്ചു കൊടുക്കുകയാണ്. അപ്പോൾ നമ്മുടെ ടേബിളൊക്കെ ഇതുപോലെ തുടച്ച് നല്ല ക്ലീൻ ആക്കി കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിൻ്റെ മുകളിൽ ഇതുപോലെയുള്ളൊരു ടേബിൾ ക്ലോത്ത് വിരിച്ചു കൊടുക്കാം കേട്ടോ. ഇത് ശരിക്കും പറഞ്ഞാൽ ടേബിൾ ക്ലോത്ത് ഒന്നല്ല, നമ്മുടെ അവിടെയുള്ളൊരു പഴയൊരു തുണിയായിരുന്നു. പക്ഷെ നല്ല രസമല്ലേ, ആ ഒരു കളറ് നല്ല രസമുള്ളത് കൊണ്ട് നമ്മൾ ജസ്റ്റ് ഒന്ന് വിരിച്ചു കൊടുക്കുകയാണ്. നമ്മളിന്നൊരു വൈറ്റ് ആൻഡ് ബേജ് ബ്രൗൺ അങ്ങനെ കുറച്ച് കളേഴ്സൊക്കെ ഒന്ന് മിക്സ് ചെയ്തിട്ടാണ് നമ്മൾ ഇന്നത്തെ മേക്ക് ഓവർ ചെയ്യുന്നത്. കാര്യമായിട്ട് ഈ ഒരു മേക്ക് ഓവറിന് തീമൊന്നുമില്ല കേട്ടോ, നമ്മൾ ജസ്റ്റ് നമ്മുടെ കയ്യിലുള്ള ഐറ്റംസൊക്കെ വെച്ചിട്ട് ചെയ്യുന്നൊരു ചെറിയ മേക്ക് ഓവറാണ്. ഇനി നമുക്കിതിൻ്റെ സൈഡിലായിട്ട് ഇതുപോലൊരു സ്റ്റാൻഡ് എൻ്റെ കയ്യിലുണ്ടായിരുന്നു. അപ്പോൾ അത് ഞാനിവിടെ ഒന്ന് പ്ലേസ് ചെയ്ത് കൊടുക്കുകയാണ്. ഈ ഒരു പ്ലാസ്റ്റിക് സ്റ്റാൻഡിന് 2 തട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതിൽ ഫസ്റ്റത്തെ തട്ടിൽ നമുക്ക് ഇതുപോലെ കുറച്ച് ബുക്സാണ് വെച്ച് കൊടുക്കുന്നത്, ഞാൻ വായിക്കാറുള്ള കുറച്ച് ബുക്സ്. പിന്നെ എൻ്റെ ഡെസ്കിലുള്ള സ്ഥിരം ഗസ്റ്റാണ് ഈ ഒരു ടെഡി ബിയർ. ഇതില്ലാത്ത മേക്ക് ഓവർ ഞാൻ അങ്ങനെ ചെയ്യാറില്ല കേട്ടോ. എനിക്ക് ഈ ഒരു ടെഡി ബിയറിനോട് ഭയങ്കര ഒരു അറ്റാച്ച്മെൻ്റ് ആണ്. കാരണം ഇതെനിക്ക് ചെറുപ്പത്തിലേ എൻ്റെ കൂടെയുള്ള ടെഡി ബിയറാണ്. അപ്പോൾ ഞാൻ എപ്പോഴും ഇതിങ്ങനെ ഡെസ്കിൽ വെക്കാറുണ്ട്, എൻ്റെ സ്റ്റഡി ടേബിളിൽ എപ്പോഴും ഇതുണ്ടാവും. പിന്നെ ഞാൻ വെച്ച് കൊടുക്കുന്നത്, ഞാൻ എപ്പോഴും ഇങ്ങനെ യൂസ് ചെയ്യുന്ന നമ്മളെ ഇയർഫോൺ പോലത്തെ നമ്മളെ എയർ ഡോപ്സില്ലേ, ബോട്ടിൻ്റെ ആണിത്. അപ്പോൾ ഇതിന് എയർ ഡോപ്സ് ആണ് പറയുക. നമ്മളെ ഇയർഫോൺ പോലെയുള്ള ആ സംഭവം അത് നമ്മൾ സൈഡിൽ വെച്ച് കൊടുക്കുന്നുണ്ട്. പിന്നെ ഞാനൊരു മേക്ക് ഓവർ ചെയ്യുമ്പോൾ ഇതുപോലെ തന്നെ ആയിരിക്കണം എന്ന് പറഞ്ഞിട്ട് ഞാനിങ്ങനെ പ്ലാനൊന്നും ചെയ്യില്ല കേട്ടോ. ഞാനതിങ്ങനെ ഓരോ സൈഡിലേക്കും മാറ്റിയപ്പോൾ അവിടെ വെച്ചത് ഇങ്ങോട്ട് മാറ്റിയൊക്കെ വയ്ക്കും. അപ്പോഴാണ് എനിക്കൊരു സാറ്റിസ്ഫാക്ഷൻ കിട്ടുന്ന രീതിയിലാണ് ഞാൻ എപ്പോഴും നോക്കാറുള്ളത്. പിന്നെ നമുക്ക് ഈ ഒരു ഫ്ലവർ പോട്ട് പോലത്തെ സംഭവം ഈസി ആയിട്ട് നമുക്ക് ഉണ്ടാക്കാം കേട്ടോ. നമ്മുടെ കയ്യിൽ ഇങ്ങനെ നെയിൽ പോളിഷ് റിമൂവറൊക്കെ വാങ്ങിക്കുമ്പോൾ ഒരു ഗ്ലാസിൻ്റെ കുപ്പി കിട്ടില്ലേ, അതിൽ കുറച്ച് മാലയുടെ മുത്ത് കുറച്ച് ഇട്ടതിന് ശേഷം കുറച്ച് വെള്ളം ഒഴിച്ച് കഴിഞ്ഞാൽ നമുക്ക് കുറച്ച് ചെടികളല്ല പൂക്കളൊക്കെ നമുക്ക് ഇതുപോലെ സെറ്റ് ചെയ്ത് വെക്കാൻ പറ്റും. നല്ല രസമാണ് കാണാൻ. ചെടികളും പൂക്കളും ഒക്കെ നമുക്ക് വെക്കാം കേട്ടോ, അതൊന്നും പ്രശ്നമല്ല. പിന്നെ നമുക്ക് പിന്നെ ഞാൻ വെച്ചിട്ടുണ്ടായിരുന്നത് ഈ ഒരു ചെറിയ ഡോളാണിരുന്നു കേട്ടോ, ഈ ഒരു ക്യൂട്ടായിട്ടുള്ള ഡോള്. പിന്നെ നമ്മൾ ഇങ്ങനത്തെ ഒരു ചെറിയ ഓർഗനൈസറിൽ കുറച്ച് സ്റ്റിക്കി നോട്ട്സും പിന്നെ പഞ്ചറും സ്റ്റേപ്ലറിൻ്റെ ക്ലിപ്സും അങ്ങനെ കുറച്ചിങ്ങനെ പെട്ടെന്ന് ആവശ്യം വരുന്ന കുറച്ച് ഐറ്റംസൊക്കെ ഇങ്ങനൊരു കണ്ടെയ്നറിലാക്കിയിട്ട് അതും കൂടി നമ്മൾ ആ ഒരു സ്റ്റാൻഡിൻ്റെ ഉള്ളിലേക്ക് വെച്ച് കൊടുക്കുകയാണ് കേട്ടോ. പിന്നെ ഞാൻ തുടക്കത്തിലേ പറഞ്ഞ പോലെ ഞാനിങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മേക്ക് ഓവർ ചെയ്യുന്നതിൻ്റെ ഇടയിൽ മാറ്റിയൊക്കെ വെക്കും കേട്ടോ. എനിക്ക് തൃപ്തിയാവുന്നൊരു പൊസിഷനിങ് ഉണ്ട്, അതുവരെ ഞാൻ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മാറ്റും. പിന്നെ എനിക്ക് തോന്നി ആ പാവക്കുട്ടിയും ആ ഒരു ചെടിയും എല്ലാം കൂടി അവിടെ ഭയങ്കര കൺജസ്റ്റഡ് ആയ പോലെ. പിന്നെ ഞാൻ ആ പാവക്കുട്ടീനെ എടുത്ത് ഒഴിവാക്കിയിട്ടാ. അപ്പോൾ ഫൈനലി ഇങ്ങനെയാണ് ആ ഒരു കോർണർ വന്നിട്ടുള്ളത്. ഇപ്പോൾ എനിക്ക് കുറച്ചും കൂടി ഇഷ്ടപ്പെട്ടു കേട്ടോ, എനിക്കിഷ്ടപ്പെട്ടു. ഞാനതിങ്ങനെ സെറ്റ് ചെയ്തപ്പോഴേക്കും നന്നായിട്ട് തോന്നി. പിന്നെ നമുക്കിനി അതിൻ്റെ നെക്സ്റ്റ് കോർണറിലോട്ട് കടക്കാം. അപ്പോൾ ഇതുപോലൊരു കപ്പ് വൈറ്റ് കളറിലുണ്ടായിരുന്നു, അതിൻ്റെ മുകളിൽ ഒരു ഗ്രീൻ ഹാർട്ട് ഇങ്ങനെ ഒന്ന് പേസ്റ്റ് ചെയ്ത് കൊടുത്തു കേട്ടോ. നമ്മളെ ഫോം ഷീറ്റില്ലേ, അതിലിതുപോലെ ഹാർട്ട് ഒന്ന് വെട്ടിയെടുത്തിട്ട് അത് ഒട്ടിച്ച് കൊടുത്തിട്ടുണ്ട്. അതിൽ നമ്മൾ സ്റ്റേഷനറി ഐറ്റംസൊക്കെ യൂസ് ചെയ്യുന്നത് അതിട്ട് വെക്കാൻ വേണ്ടിയിട്ടുള്ളതാണ് ആ ഒരു കപ്പ്. പിന്നെ ഇതുപോലെ ഒരു പേപ്പർ ബാഗ്, ഇത് ഭയങ്കര ക്യൂട്ടായിട്ടൊരു ചെറിയ പേപ്പർ ബാഗാണ് കേട്ടോ. അപ്പോൾ അതിൻ്റെ ഉള്ളിൽ ഇതുപോലെ കുറച്ച് പ്ലാസ്റ്റിക് പൂക്കളുണ്ടായിരുന്നു എൻ്റെ കയ്യിൽ. അപ്പോൾ അത് നമുക്ക് ഇതിൻ്റെ ഉള്ളിലിട്ടിട്ട് അറേഞ്ച് ചെയ്ത് നോക്കുമ്പോൾ നല്ല രസം തോന്നി. പിന്നെ എൻ്റെ കയ്യിലാണെങ്കിൽ കുറേ എന്താ പറയുക, പോട്ടുകളൊന്നുമില്ല ഈ ചെടികളൊക്കെ വെക്കാൻ പറ്റിയിട്ടുള്ളത്. അപ്പോൾ ഞാൻ തന്നെ ഇങ്ങനെ DIY ആയിട്ട് ഉണ്ടാക്കിയിട്ടുള്ളൊരു സംഭവമാണ്. അപ്പോൾ ഇതെങ്ങനെയുണ്ടെന്ന് നിങ്ങൾ കമൻറ്റ് ചെയ്യണേ. കുഴപ്പമില്ലല്ലോ, രസമല്ലേ?
അപ്പോൾ ഇങ്ങനെയാണ് ആ ഒരു കോർണർ ഭാഗം വന്നിട്ടുള്ളത്. എനിക്ക് കുഴപ്പമൊന്നും തോന്നിയില്ല കേട്ടോ, എനിക്ക് ഇഷ്ടപ്പെട്ടു. അപ്പോൾ ഞാൻ ഫസ്റ്റിൽ പറഞ്ഞ പോലെ ഇതിനങ്ങനെ കാര്യമായിട്ട് ഈ ഒരു മേക്ക് ഓവറിന് കളർ കോമ്പിനേഷൻസ് ഒന്നുമില്ല. ഒരു ഗ്രീൻ, ബേജ്, വൈറ്റ് അങ്ങനെ മിക്സ് ചെയ്തിട്ടാണ് ഞാൻ ചെയ്തിട്ടുള്ളത് കേട്ടോ. ഇനി വീണ്ടും നമ്മൾ അപ്പുറത്തെ സൈഡിലേക്ക് തന്നെ വരികയാണ്. അവിടെ ഒരു ചെറിയൊരു ചെടി കൂടി വെക്കാമെന്ന് വിചാരിച്ചു. മണി പ്ലാന്റ് എൻ്റെ ഫേവററ്റ് ആണ് കേട്ടോ. എനിക്ക് പ്ലാന്റ്സിൽ ഏറ്റവും കൂടുതൽ ഇഷ്ടമുള്ളത് മണി പ്ലാന്റ് ആണ്. അപ്പോൾ അതിന് ഇതുപോലെ ഒരു വൈറ്റ് പോട്ടിൽ വെച്ചിട്ട് അങ്ങനെ അവിടെ പ്ലേസ് ചെയ്തിട്ടുണ്ട്. പിന്നെ ഞാൻ യൂസ് ചെയ്യുന്ന ജേണലും ഡയറിയും അതൊക്കെ ജസ്റ്റ് ഒന്ന് അവിടെ ഇങ്ങനെ വെറുതെ വെച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ. പിന്നെ എൻ്റെ വീഡിയോയിൽ ഇപ്പോഴും വരാറുള്ള കുറേ ഡൗട്ട്സാണ് ഈ ഒരു വാളിൽ വെച്ചിട്ടുള്ള ഈ ഒരു പിക്ചേഴ്സിനെ പറ്റിയിട്ട്. ഇത് നമ്മൾ പിൻട്രസ്റ്റിൽ നിന്ന് നമ്മൾ ആദ്യം തന്നെ പിക്ചേഴ്സ് ഡൗൺലോഡ് ചെയ്യുക. എന്നിട്ട് നമ്മുടെ ഇഷ്ടമുള്ള സൈസിൽ അത് കൊളാഷ് ആക്കിയതിന് ശേഷം അത് A4 ഷീറ്റിൽ നമ്മൾ കളർ പ്രിൻ്റ് എടുക്കുക. എന്നിട്ട് കട്ട് ചെയ്തിട്ട് ഗ്ലൂ സ്റ്റിക്ക് വെച്ചിട്ട് പേസ്റ്റ് ചെയ്താൽ മതി. ഞാൻ അങ്ങനെയാണ് ചെയ്തിട്ടുള്ളത്. പിന്നെ ഗ്ലൂ സ്റ്റിക്ക് യൂസ് ചെയ്യുമ്പോൾ നമ്മുടെ ചുമരിൻ്റെ പെയിൻറ്റ് ഇളകിപ്പോരുക അങ്ങനത്തെ കാര്യങ്ങളൊന്നും ഇതുവരെ ഞാൻ യൂസ് ചെയ്തിട്ട് എനിക്ക് തോന്നിയിട്ടില്ല. കാരണം ഞാനിതിന് മുന്നേ നിങ്ങളെൻ്റെ വീഡിയോസ് കാണുന്നവരാണെങ്കിൽ അറിയുണ്ടാവും, ആദ്യം നമ്മളൊരു ബ്രൗൺ കളറിലുള്ള വാൾ പിക്ചേഴ്സ് ആയിരുന്നു ഫസ്റ്റ് ഒട്ടിച്ചിട്ടുണ്ടായിരുന്നത്. ഇപ്പം ഞാനത് ഫുള്ള് ചേഞ്ച് ചെയ്തിട്ട് ഗ്രീൻ ആക്കിയിട്ടുണ്ട്. എന്നിട്ടും പ്രത്യേകിച്ച് ഒരു പ്രശ്നമൊന്നും ഉണ്ടായിട്ടില്ല കേട്ടോ, പെയിൻ്റൊന്നും ഇളകി വന്നിട്ടില്ല. അപ്പോൾ നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ ഇതാണ് നമ്മുടെ ഫൈനൽ ലുക്ക്. ഇങ്ങനെയാണ് നമ്മുടെ മേക്ക് ഓവർ വന്നിട്ടുള്ളത്. നിങ്ങൾക്കെല്ലാവർക്കും ഇന്നത്തെ മേക്ക് ഓവർ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇവിടെ വീട്ടിലുണ്ടായിരുന്ന സാധനങ്ങളൊക്കെ വെച്ചിട്ടാണ് ഞാൻ ഈ മേക്ക് ഓവർ ചെയ്തിട്ടുള്ളത്. അപ്പോൾ അതിൻ്റേതായിട്ടുള്ള ചെറിയ ചെറിയ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവും. എന്നാലും എനിക്ക് നന്നായിട്ട് ഇഷ്ടപ്പെട്ടിട്ടുണ്ട് ഈ ഒരു മേക്ക് ഓവർ. അപ്പോൾ നിങ്ങളെല്ലാവരും വീട്ടിൽ ഇതുപോലെ ട്രൈ ചെയ്ത് നോക്കുക. പുതിയൊരു വീഡിയോ ആയിട്ട് ഞാൻ വീണ്ടും വരുന്നതായിരിക്കും. ബൈ ബൈ. താങ്ക്സ് ഫോർ വാച്ചിങ്.